സംബന്ധിച്ചും അതിനടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇത് മുഴുവൻ കേൾക്കണേ, സ്കിപ്പ് അടിക്കുക. പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത്, ഈ കോളേജിൽ നിന്ന് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണത്തോട് ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. ജാതീയത സഹിക്കവയ്യാതെ ചാടി മരിച്ചു. അവന്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് എനിക്കത് എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് വെച്ച് കളിപ്പിച്ചിരുന്നു അത്ര അധ്യാപകർ ക്ലാസ്സിൽ തമാശ പറയുമ്പോൾ അതിന്റെ മറുപടിയായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മാർക്ക് ഉറയ്ക്കുമായിരുന്നു അത്രേ. ആ നാറികളല്ലാത്ത പല നാറികളായിട്ടുള്ള ആ ഒരു അധ്യാപകർ എന്ന് പറയുന്ന പേരിട്ട റാമും വേറൊരു പെണ്ണെടുത്തി. സംഗതി കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും കൂടാതെ എന്താണ് കൊടിച്ചുപട്ടികളെന്നും നായക്കളെന്നും പട്ടികളെന്നൊക്കെയുള്ള പേരുകളൊക്കെ, തെരുവ് പട്ടികൾ എന്ന് പറഞ്ഞ പേരുകളൊക്കെ വിളിച്ചിരുന്നത്. അതിനേക്കാൾ അപ്പുറം വിളിക്കുമെന്നാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. നോക്കൂ, തൻ്റെ ഒരു സുഹൃത്ത്, തന്നോടൊപ്പം അതുവരെ പഠിച്ചിരുന്നൊരു സുഹൃത്ത് മരണപ്പെട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് ഒന്നുപോലും കയറി നോക്കാൻ സാധിക്കാത്ത, മനസ്സ് വരാത്ത, അല്ലെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വരാൻ മടി കാണിക്കുന്ന, ഭയപ്പെടുന്ന, ഇതിലേതാന്ന് എനിക്കറിയില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ എടുക്കുന്നു. ഒന്നെങ്കിൽ ഈ 2K കിഡ്സിന്റെ ഈ വാണങ്ങൾക്ക് ഇത്ര ഇമോഷൻസ് ഒന്നുമില്ല. രണ്ടാമത്, ഇവർക്ക് അവിടേക്ക് വരാൻ ഭയമാണ്. ഒന്നെങ്കിൽ അവര് കൂടി ഈ മരണത്തിന് പുറകിൽ കാരണക്കാരാണ്, അല്ലെങ്കിൽ ഇവന്റെ ശവസംസ്കാര ചടങ്ങിലെങ്ങാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പങ്കെടുത്തത് എത്ര പേരാണോ അത്രയും പേരുടെ മാർക്ക് കുറയും എന്നുള്ള ഭയം, ആ ഭയത്തിന്റെ പുറകില് ഇവരവിടേക്ക് വരാതിരിക്കുന്നു എന്നർത്ഥം. എനിക്ക് തോന്നിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യം അതാണ്. നോക്കൂ, അതുവരെ ഒപ്പം പഠിച്ചൊരു സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ, അതും ആത്മഹത്യ ചെയ്തപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടും അവിടെ ഒപ്പം പഠിക്കുന്നവർക്ക് പിന്നെ വീട്ടിലേക്കൊന്നും വരാൻ തോന്നിയിട്ടില്ലെങ്കിൽ അതിന്റെ മൂന്നാമത്തെ കാരണം അത് ജാതീയതയാണ്. ഇവൻ ജാതിയിൽ താഴ്ന്നവനാണ്, ജാതിയിൽ താഴ്ന്നവന്റെ ഒന്നും ശവശരീരം കാണണ്ട എന്ന് ആ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള നാറികളായിട്ടുള്ള വിദ്യാർത്ഥികൾ വിചാരിക്കുന്നു എന്നർത്ഥം. ഞാൻ ഇടയ്ക്ക് നാറുകൾ എമ്മക്ക് വിളിച്ചു പറയുന്നത് അത്രയ്ക്കുള്ളിൽ രോഷമുള്ളതുകൊണ്ടാണ്. ഇവരൊക്കെ എന്ത് വിദ്യാർത്ഥികളാണ്? ഇവരൊക്കെ എന്താ നമുക്ക് നൽകാൻ പോകുന്നത്? ഈ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ എന്ത് സംഭാവന ഇവരൊക്കെ നമുക്ക് നൽകാൻ പോകുന്നത്? നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ, സാംസ്കാരികത്തിന്റെ ഒരു വലിയ വിളനില എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഇത് അറിഞ്ഞില്ലേ? എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരു മാധ്യമം പോലും ആ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്ന, അല്ലെങ്കിൽ അവനെ ആ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ആ ഒരു അധ്യാപകന്റെയും അധ്യാപികയുടെയും ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പ്രദർശിപ്പിക്കേണ്ടതല്ലേ? ഇവരാണ് നാരുകൾ, ഇവരാണ് ഈ മരണത്തിന് പുറകിലെന്ന് പറയണ്ടേ? എനിക്ക് കിട്ടിയൊരു വിവരം, കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പക്ഷെ FIR-ൽ ആ 2 പേർക്കും രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപ്പ് ഹോളുകളുണ്ട്. ആ 2 പേർക്കും രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപ്പ് ഹോളുകളുണ്ട്. അറിഞ്ഞെടുത്തോളം വെറും 1000 രൂപ അടച്ചാൽ അവിടുന്ന് സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങിപ്പോകാവുന്ന കുറ്റങ്ങൾ മാത്രമേ FIR-ൽ എഴുതി ചേർത്തിട്ടുള്ളൂ ഇവർക്കെതിരെ എന്നാണ് അറിയുന്നത്. കൃത്യമായിട്ടും ഇതിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇവര് ഭാവിയിൽ ഇതിലത്തെ ഒരാള് ഒരു പൊലനാറി എന്നാണ് കേൾക്കുന്നത്. പെൺകുട്ടികൾ അസോൾട്ട് ചെയ്യുന്നവൻ എന്നാണ് ഒരാളെ പറ്റി കേൾക്കുന്നത്. ഇതിനു മുമ്പും അവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പുറകിലും ഇതേ അധ്യാപകൻ തന്നെയാണെന്ന് കൂടി കേൾക്കുന്നു. നോക്ക്, എന്നിട്ടും ഇവരുടെ മുമ്പിൽ ഈ കുട്ടികൾക്ക് ഒരു ഒത്തൊരുമയില്ലാതെ, ഒരുപക്ഷെ അത് രക്ഷിതാക്കളെ പ്രഷറായിരിക്കും, അവരെ കൊടുത്ത പണത്തിന്റെ പ്രഷറായിരിക്കും, എങ്ങനെയെങ്കിലും പാസ്സായിട്ട് ജയിച്ചൊരു ഡോക്ടറായി നാട്ടുകാരെ പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള തോന്നലിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ 2K കിഡ്സ് വാണങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്നും കരുതേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരെ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. ആ ഒരു ശവസംസ്കാരത്തിന് പങ്കെടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കാം അവിടുത്തെ അധ്യാപകർ ബാക്കികൾക്ക് എന്നുള്ളതാണ്. അത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായാൽ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും
ഇതിന്റെ അനുശോചനം രേഖപ്പെടുത്താൻ ആ വീട്ടിൽ വരുന്നതാണ്. ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല എന്ന് മാനേജ്മെന്റ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്റേണൽ അസസ്മെന്റ് മാർക്കുണ്ടല്ലോ, പ്രൊഫഷണൽ കോളേജിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി ആയുധമാണ്. ഇപ്പൊ ഇന്റേണൽ മാർക്ക് പറഞ്ഞാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള നിലയിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? നട്ടല്ലില്ലാത്ത വർഗം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നട്ടല്ലില്ലാത്ത വർഗം. ആ വിദ്യാർത്ഥികൾ അവർക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ ഒരു അനീതിക്കെതിരെ പോരാടാൻ ഇത്ര കാലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയുന്നത് ഇതാണ്. ഈ കോളേജിൽ നിന്നൊക്കെ രാഷ്ട്രീയം പിൻവലിച്ചതിന്റെ ഒരു വലിയ പ്രശ്നം, രാഷ്ട്രീയം പിൻവലിച്ചതിന്റെ ഒരു വലിയ ഇഷ്യൂ ഇതാണ്. പ്രതികരിക്കാൻ ശേഷിയുള്ളൊരു സമൂഹം ഇല്ലാതായി പോകുന്നു. പ്രതികരണശേഷി ഉണ്ടാവില്ല. ഭയമാണ്. ഒരുവനെങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കുക മാത്രം. കാരണം ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മാർക്ക് കുറഞ്ഞാലോ, ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അവന്മാർ കൊളാക്കിയാലോ, എൻ്റെ ഇന്റർണൽ മാർക്ക് കുറച്ചാലോ. ഈ ഭയത്തിന്റെ പുറകിലാണ് ആ കുട്ടികൾ മുഴുവൻ അവിടേക്ക് വരാതിരിക്കുന്നത്. എന്തൊരു ദുരവസ്ഥ എന്നാലോചിച്ചോക്കെ, എന്തൊരു ദുരവസ്ഥ എന്നാലോചിച്ചോക്കെ. അതിഭീകരം എന്നല്ലാതെ എനിക്കിതിന് വേറൊരു വാക്കെടുത്ത് പറയാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. അതിഭീകരം. 2-3 വ്യക്തികൾ ചേർന്നുള്ള ഒരു അൺഎയ്ഡഡ് മാനേജ്മെന്റ് കോളേജിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും വിഷമുണ്ടാകുന്നുള്ള വിവരം അറിയില്ല. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാടക വീട്ടിലാണ് രാജൻ താമസിക്കുന്നത്. കൂലിവേല പണിക്കാണ് പോകുന്നത്. അവൻ പഠിച്ച് നന്നായി ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ആ രക്ഷിതാക്കളെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് ആ പാവം പയ്യൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. ജാതിക്കലകൾ ആരോപിക്കുന്നെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല നവോത്ഥാനം, പുരോഗമനം, ജാതിരാഹിത്യം എന്നൊക്കെ വെറുതെ ഉരുക്കഴിക്കുന്ന കേരളത്തിൽ തന്നെയാണ് വിഷ്ണു പ്രണോയും സിദ്ധാർത്ഥും അടക്കം ഒരുപാട് സ്വപ്നങ്ങളുമായി കോളേജുകളിലേക്ക് പഠിക്കാൻ പറഞ്ഞുവിട്ട ആൺമക്കൾ താടി കൂട്ടിക്കെട്ടി മൊബൈൽ മോർച്ചകളിൽ വീടുകളിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്ന മാതൃവിലാപങ്ങളുടെ കൂട്ടത്തിലേക്ക് ചങ്കെ പിളർക്കുന്ന പുത്രവേദന, ആലംബമില്ലാത്ത ആർത്ത സങ്കടം കാണേണ്ടി വന്നൊരു ഗതികെട്ട ദിവസമാണ്. തീർച്ചയായിട്ടും അത് കണ്ട നിമിഷം മുതൽ എനിക്ക് തോന്നുന്നു ഇതടക്കം ഞാൻ എൻ്റെ 3ാമത്തെ വീഡിയോ ആയിരിക്കും ആ പയ്യന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. എന്തൊരു ഭീകരതയാണ്. ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വിനായകൻ അടക്കമുള്ള ആളുകളൊക്കെ നിരന്തരം പാട്ടുപാടിയും മറ്റും നടക്കുന്നത്. ഇവിടെ ജാതീയത അതിതീഷ്ണമായിട്ടുണ്ടെന്നൊക്കെ വിനായകൻ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ അവനെ കളിപ്പിക്കലായിരുന്നു. ആ കളിപ്പിക്കുന്ന ആളുകളും എവിടെ നിന്നുള്ള ആളുകളാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒക്കെ മേലാളന്മാരാണ്. മനസ്സിലായില്ലേ? ഇത് പ്രതികരണശേഷിയുള്ളൊരു പിള്ളേർ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയം ഇടപെടണം. കോളേജുകളും മറ്റും രാഷ്ട്രീയമൊക്കെ തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ സമൂഹം മാറി വെക്കൂ. അല്ലെങ്കിൽ ഇനിയും ഇത്ര കൊലപാതകങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒപ്പം തന്നെ ഈ പറയുന്ന 2 പേർക്കും എന്താ പറയുക, ആളുകൾക്ക് നന്നായി പോയി എന്ന് പൊതുസമൂഹം പറയുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാവിധി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും തിരികെ വരും. ഇതേ കോളേജിൽ തന്നെ ആ നാറുകൾ തിരികെ വരികയും അവർക്ക് ഇനിയും കൊലപാതകങ്ങൾ നടത്താനുള്ള ഒരു വേദിയായിട്ട് ആ ഒരു മെഡിക്കൽ കോളേജ് മാറുകയും ചെയ്യും. ഭയന്ന് അവരുടെ മുമ്പിലിരുന്ന് ഓച്ചാനിച്ച് അടിമകളെപ്പോലെ, കഴുതകളെപ്പോലെ ജീവിക്കേണ്ടവരായിട്ട് ആ പിള്ളേർ മാറുകയും ചെയ്യും. ഐ ഫീൽ പിറ്റി. വിദ്യാർത്ഥികളോട് എനിക്ക് പരമപുച്ഛം ഫീൽ ചെയ്യുന്നു. പരമപുച്ഛം.